രാജ്യാന്തര നയതന്ത്രത്തിലും ഭൂമിശാസ്ത്രപരമായ അധികാര തർക്കങ്ങളിലും വെള്ളം എപ്പോഴും ഒരു ശക്തമായ ആയുധമാണ്. ചോരയൊഴുക്കുന്ന യുദ്ധങ്ങളെക്കാൾ മാരകമായിരിക്കും ചിലപ്പോൾ ജലമൊഴുക്ക് തടഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ. ഇത്തരത്തിൽ അയൽരാജ്യമായ പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒരു നിർണായക പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ജൽശക്തി വകുപ്പ് മന്ത്രി CR പാട്ടീൽ. സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള വൻ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അടുത്ത 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദീജലത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. അതിവർഷവും കടുത്ത ഭൂപ്രകൃതിയുമുള്ള ദുർഘടമായ മലനിരകളിൽ വലിയ എഞ്ചിനീയറിംഗ് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. വരും വർഷങ്ങളിൽ സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഭാരത സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പദ്ധതിയുടെ പുരോഗതി വ്യക്തിപരമായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ വർഷം നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാനോടുള്ള നയം കടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പൂർണ്ണമായും നിരുപാധികമായും പാകിസ്ഥാൻ തള്ളിക്കളയുന്നതുവരെ സിന്ധു നദീജല കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് ഒരു പരമാധികാര രാഷ്ട്രത്തിനുള്ള അവകാശങ്ങൾ വിനിയോഗിച്ചാണ് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഭീകരവാദവും ചർച്ചകളും ഒന്നിച്ചു പോകില്ലെന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിന്റെ ഏറ്റവും ശക്തമായ പ്രായോഗിക രൂപമാണിത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960 സെപ്റ്റംബർ 19-നാണ് ചരിത്രപ്രസിദ്ധമായ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ജലകരാറുകളിൽ ഒന്നായിട്ടാണ് ഇത് ദീർഘകാലം കണക്കാക്കപ്പെട്ടിരുന്നത്. സിന്ധു നദീവ്യൂഹത്തിലെ കിഴക്കൻ നദികളായ രാവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഈ കരാർ പ്രകാരം ലഭിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യക്കെതിരെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കരാർ അതേപടി തുടരാൻ കഴിയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി ചെനാബ് നദിയിൽ ഉൾപ്പെടെ 2600 കോടി രൂപയുടെ വലിയ ജലവൈദ്യുത ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിന്ധു നദിയിലെ വെള്ളവും പൂർണ്ണമായി തിരിച്ചുവിടാനുള്ള കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുന്നത്. ഇന്ത്യയുടെ ഈ വിപ്ലവകരമായ നീക്കത്തെ തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിനായി അവർ ഹേഗിലെ അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുകയും അനധികൃതമായി ഒരു കോടതി രൂപീകരിക്കുകയും ചെയ്തു. ഈ ആർബിട്രേഷൻ കോടതി വഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി പഴയ കരാർ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. എന്നാൽ നിയമവിരുദ്ധമായി രൂപീകരിച്ച ഈ കോടതിയുടെ ഒരു ഉത്തരവും അംഗീകരിക്കില്ലെന്ന കർശന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അടുത്തിടെ മെയ് 15-ന് ഈ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധി പൂർണ്ണമായും അസാധുവാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ താൽക്കാലിക കോടതിയുടെ നിലനിൽപ്പിനെ തന്നെ ഇന്ത്യ നിയമപരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ കിഷൻഗംഗ, റാറ്റ്ലെ ജലവൈദ്യുത പദ്ധതികളെ തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ വെറും നാടകങ്ങൾ മാത്രമാണെന്നാണ് ഇന്ത്യയുടെ പക്ഷം. ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന ചീത്തപ്പേരിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇത്തരം തരംതാണ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഇന്ത്യ തുറന്നടിച്ചിരുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും തിരിച്ചുവിടുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഹിമാലയൻ മലനിരകളിലെ കടുത്ത ഭൂപ്രകൃതിയും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥയും വലിയ വെല്ലുവിളികളുമാണ് ഉയർത്തുന്നത്. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗ് മികവും ഉപയോഗിച്ച് വലിയ ഡാമുകളും കനാലുകളും തുരങ്കങ്ങളും നിർമ്മിച്ചാണ് ഇന്ത്യ ഈ ദൗത്യം സാക്ഷാത്കരിക്കുന്നത്. ഈ വെള്ളം ഇന്ത്യയിലെ കർഷകർക്കും ജനങ്ങൾക്കും കുടിവെള്ളത്തിനായും കൃഷിക്കായും വലിയ തോതിൽ പ്രയോജനപ്പെടും. ജലം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായതിനാൽ ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ജൽശക്തി മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദിയിലെ വെള്ളം നിലയ്ക്കുക എന്നത് അവരുടെ കൃഷിയെയും ജനജീവിതത്തെയും പൂർണ്ണമായി തകർക്കുന്ന ഒന്നാണ്. പാകിസ്ഥാന്റെ വലിയൊരു പങ്ക് കൃഷിയും കുടിവെള്ള സ്രോതസ്സുകളും ഈ നദിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സിന്ധു നദി വറ്റി വരളുന്നതോടെ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. എന്നാൽ സ്വന്തം മണ്ണിൽ വളരുന്ന ഭീകരവാദത്തെ അടിച്ചമർത്താൻ തയ്യാറാകാത്ത ഒരു രാജ്യത്തോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശമാണ് മോദി സർക്കാർ ഇതിലൂടെ നൽകുന്നത്. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികരുടെയും ജനങ്ങളുടെയും ചോരയൊഴുക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് നദീജലം നൽകി സഹായിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ല എന്ന വികാരം രാജ്യത്തുടനീളം ശക്തമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ ഈ ജല നയതന്ത്രം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളെ നയതന്ത്രപരമായി നേരിടാൻ സൈനിക ശക്തിക്ക് പുറമെ പ്രകൃതിദത്തമായ വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത്.
പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കൈക്കൊള്ളുന്ന ഈ കർശനമായ നടപടികൾ പാകിസ്ഥാനെ തങ്ങളുടെ ഭീകരവാദ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹമായ ജലത്തെ ഒരു പ്രതിരോധ ആയുധമാക്കി മാറ്റി രാജ്യത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ ക്ഷേമവും ഒരുപോലെ ഉറപ്പാക്കുന്ന ഇന്ത്യയുടെ ഈ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വരും വർഷങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.